ഓം വിശ്വാനി ദേവ സവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്നാസുവ. ഏവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുതേ. കൂടാതെ അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കുന്നതാണ്. ജനുവരി 5 മുതൽ മകരം 18 വെള്ളിയാഴ്ച 31 തീയതി വരെയുള്ള ഫലങ്ങളാണ് നാം ഇവിടെ അപഗ്രഥിക്കുന്നത്. ചിത്തിര 3-4 പാദം, ചോതി വിശാഖം 1-2-3 പാദക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളുമൊക്കെ അപഗ്രഥന വിധേയമാക്കാം. സൂര്യൻ ജനുവരി 14 മകരം 1 മകരത്തിലേക്ക് പ്രവേശിക്കുന്നു. ചൊവ്വ ജനുവരി 12 വക്രം ചെയ്ത് കർക്കടകത്തിൽ പുണർദത്തിലേക്ക് കടക്കുന്നു. ബുധൻ ധനുരാശിയിൽ ജനുവരി 4 മൂലം നക്ഷത്രത്തിലും 13 പൂരാടത്തിലും 22 ഉത്രാടത്തിലും 30 മകരത്തിൽ തിരുവോണം രാശിയിലേക്കും പ്രവേശിക്കുന്നു. വ്യാഴം വക്രം ചെയ്തുകൊണ്ട് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ശുക്രൻ ജനുവരി 3 ചതയത്തിലും 17 പൂരുരുട്ടാതിയിലേക്കും ആഗമനം ചെയ്യുകയാണ്. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലൂടെയാണിപ്പോൾ സഞ്ചരിക്കുന്നത്. രാഹു ഉത്രട്ടാതിയിൽ മീനത്തിലും കേതു കന്നിയിലും ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. തുലാക്കൂറുകാരുടെ ജനുവരി മാസത്തെ ഫലങ്ങൾ നോക്കാം. 3-ാം ഭാവത്തിലും 3-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 5-ാം ഭാവത്തിലും രാഹു 6-ലും കേതു 12-ലും നിലനിൽക്കുന്നു. എന്നിരുന്നാലും താരതമ്യേന ചെറിയ ഗ്രഹങ്ങളുടെ സമയദൈർഘ്യം കുറവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ നാളുകാരെ ശരിക്കും ബാധിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ്. യാത്രകൾ മൂലം പല നല്ല കാര്യങ്ങളും സംഭവിക്കാനും സാധ്യതയുള്ള ഒരു നാളാണ്. ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദേശയാത്രകൾക്കൊരു യോഗം കാണാനുണ്ട്. ബിസിനസ്, നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുക എന്നൊക്കെ ഇവയ്ക്കൊക്കെ അനുകൂലമായ ഒരു കാലമാണ്. സമ്പത്ത്, പണം അതിൻ്റെ വരവിനനുസരിച്ച് സൂക്ഷിച്ച് ചെലവഴിക്കേണ്ട ഒരു കാലം കൂടിയാണ്. മുടങ്ങിക്കിടക്കുന്ന വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബിസിനസ് ഒക്കെ പുനരാരംഭിക്കാൻ വളരെ നല്ലൊരു കാലമാണ്. പണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പണം സൂക്ഷിച്ച് ചെലവഴിക്കേണ്ട ഒരു കാലമാണ്. പിന്നെ മക്കൾ, കൂടപ്പിറപ്പുകൾ എന്നിവരുടെയൊക്കെ സ്നേഹം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രണയം, ദാമ്പത്യം എന്നിവയിലൊക്കെ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. മറ്റുള്ളവരെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് ഈ കാലയളവിലെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം. ജോലി തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ വാഹനങ്ങൾ, പണയത്തിലിരിക്കുന്ന സ്വർണം വീണ്ടെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ലോണുകൾ മുടങ്ങിക്കിടക്കുന്നത് അടയ്ക്കാൻ കഴിയും. ഇനി ഈ രാശിക്കാരുടെ ജനുവരിയുടെ
ഗുളിക സ്ഥിതി ഫലങ്ങൾ അപഗ്രഥിക്കാം. വർഷാരംഭത്തിലുള്ള ഗുളിക സ്ഥിതി ഫലങ്ങൾ അപഗ്രഥിക്കാം. താഴെ പറയുന്ന ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തുക വഴി പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയാൻ സഹായകമാവുന്നതാണ്. ദിവസങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. ജനുവരി 6, 7, 13, 14, 20, 21, 27 ഈ ദിവസങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുക. ദൂരയാത്രകളൊന്നും പോകാതെ ഇരിക്കുക. മറ്റുള്ളവർ, അതായത് സുഹൃത്തുക്കളുടെയോ ബന്ധുമിത്രാദികളുടെയോ കൂടെ ഉള്ള യാത്രകൾ വരെ പോകാതിരിക്കുക. പോയാൽ തന്നെയും എങ്ങും തങ്ങാതെ തിരിച്ചു വരാൻ ശ്രദ്ധിക്കുക. യശസ്, സ്വാഭിമാനം കളയുന്ന ഒന്നിനും മുതിരാതിരിക്കുക ഈ ദിവസങ്ങളിൽ. അടുത്തതായിട്ട് ജനുവരി 5, 6, 16, 12, 13, 18, 19 സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണിതൊക്കെ. സാമ്പത്തികപരമായിട്ട് ചെലവഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ട ദിവസങ്ങൾ. പണം കൈമോശം വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ. അടുത്തായിട്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ പരാമർശിക്കാം. ജനുവരി 3, 4, 10, 23, 24 ഈ 5 ദിവസങ്ങളും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം പ്രാർത്ഥനകളിലൂടെ, കൃത്യമായ പ്രാർത്ഥനകളിലൂടെ വിട്ടൊഴിഞ്ഞു പോവും. പരിഹാര കർമ്മങ്ങളെന്നോണം ദേവീമാഹാത്മ്യ പാരായണം ചെയ്യുക. ഭദ്രകാളി, കിരാതപാർവതി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്കുകൾ കത്തിക്കുക. തുളസിമാല സമർപ്പണം ചെയ്യുക. ചുവന്ന പുഷ്പമാല സമർപ്പണം ചെയ്യുക. ലളിത സഹസ്രനാമം പതിവായി പാരായണം ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോവുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.